നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഉഴവൂർ വിജയൻ വിടവാങ്ങിയിട്ട് 7 വർഷം. കോട്ടയത്ത് ഉഴവൂർ വിജയൻ അനുസ്മരണം. VM സുധീരൻ ഉഴവൂർ വിജയൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള രാഷ്ട്രീയത്തിൽ സവർണ ഹൈന്ദവ ഫാസിസത്തിന്റെ ചാലുകൾ ഒഴുകിത്തുടങ്ങിയതായി മന്ത്രി AK ശശീന്ദ്രൻ. രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് ഭക്തജന പ്രവാഹം. ദർശന സമയം രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ. ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ഭാരവാഹികൾ. കേന്ദ്ര ബജറ്റിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. പവന് 2000 രൂപ കുറഞ്ഞു, 51,960 രൂപ. വാർത്തകൾ വിശദമായി. ഉഴവൂർ വിജയൻ അനുസ്മരണവും അവാർഡ് ദാനവും കോട്ടയത്ത് നടന്നു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ഉഴവൂർ വിജയന്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. NCP മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന്റെ 7ാം ചരമവാർഷികം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും ഉഴവൂർ വിജയൻ പുരസ്കാര വിതരണവും കോട്ടയത്ത് നടന്നു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ സവർണ ഹൈന്ദവ ഫാസിസത്തിന്റെ ചാലുകൾ ഒഴുകി തുടങ്ങിയതായി മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ സവർണ ഹൈന്ദവ ഫാസിസത്തിന്റെ ചാലുകൾ ഒഴുകി തുടങ്ങി എന്നതാണ് അതിൽ പഠിക്കേണ്ട പാഠം. വിജയനെ പോലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവിനെ സ്മരിക്കുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എന്ത് രാഷ്ട്രീയ പോംവഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതിന് ഉത്തരം കാണാൻ ബാധ്യതപ്പെട്ട നേതൃനിരത്തെയാണ് വിളിക്കുന്നത്. NCP ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാട്ടൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉഴവൂർ വിജയൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മുൻ സ്പീക്കർ VM സുധീരൻ പുരസ്കാരം ഏറ്റുവാങ്ങി. യൂത്ത് കോൺഗ്രസിന്റെയും ആ കാലത്തെ പ്രവർത്തനങ്ങൾ ശ്രീ വയലാർ രവി, AK ആന്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ തുടങ്ങിയ കടന്നപ്പള്ളി തുടങ്ങിയ ആ നിര, എനിക്ക് തോന്നുന്നു ഒരു വലിയ സൗഹൃദ ബന്ധമാണ്. എനിക്ക് തോന്നുന്നു അന്ന് നടന്ന KSU യൂത്ത് കോൺഗ്രസ് ക്യാമ്പുകൾ, ആ ക്യാമ്പുകളിലെ ചർച്ചകൾ, ക്യാമ്പുകളിലെ സ്റ്റഡി ക്ലാസ്സുകൾ, സംഘടനാ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വിമർശന വിധേയമാക്കുന്ന ആ ശൈലി, പക്ഷെ പുറത്തിറങ്ങിയാൽ ഒറ്റക്കെട്ടാണ്, ഒരേ ശബ്ദമാണ്. സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. എത്ര ഗഹനമായ വിഷയങ്ങളും നർമ്മം ചാലിച്ച് സംസാരിക്കാൻ ഉഴവൂർ വിജയന് സാധിക്കുമായിരുന്നുവെന്ന് VN വാസവൻ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗകാലം നർമ്മം ചാലിച്ച രൂപത്തിലായി. അതുകൊണ്ട് തന്നെ എത്ര ഗഹനമായ വിഷയങ്ങൾ ആസ്വാദക ഹൃദയങ്ങളിൽ നർമ്മം ചാലിച്ച രൂപത്തിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് അതിന് ശ്രോതാക്കൾ ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടി അല്ലെങ്കിൽ പോലും വ്യത്യസ്ത പാർട്ടികളുടെയും പ്രഭാഷകനായി അദ്ദേഹം മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, സുരേഷ് കുറുപ്പ്, ലതിക സുഭാഷ് പുഞ്ചക്കോട്ടിൽ, PK ആനന്ദക്കുട്ടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് ഭക്തജന പ്രവാഹം. രാമായണ മാസത്തിൽ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7:30 വരെയുമാണ് ദർശന സമയം. തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് ഭക്തജനത്തിരക്ക് ഏറുന്നു. ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നതാണ് ഉത്തമം. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം 3 കിലോമീറ്റർ മാത്രമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും. രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്നതോടെ നാലമ്പല ദർശനം പൂർണ്ണമാകും. രാമായണ മാസമായ കർക്കിടകത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും മുജ്ജന്മ ദോഷപരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമമെന്നാണ് പൂർവിക വിശ്വാസം.
പൂർണ്ണമായും ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഈ പുണ്യപുരാതന ക്ഷേത്രങ്ങൾ. നാലമ്പല ദർശന കമ്മിറ്റിയുടെ സഹകരണത്തോടെ 4 ക്ഷേത്രങ്ങളിലും തീർത്ഥാടകരെ വരവേൽക്കുവാനും സുഗമമായ ദർശന സൗകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിന് പന്തൽ സംവിധാനങ്ങളും വാഹന പാർക്കിങ്ങിനും വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെന്ററുകളും വോളണ്ടിയർമാരുടെ സേവനവും 4 ക്ഷേത്രങ്ങളിലും ലഭിക്കും. അമനകര ഭാരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവുമുണ്ട്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മുതൽ 7:30 വരെയുമാണ് ദർശന സമയം. ന്യൂസ് ബ്യൂറോ, പാല. കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു. പവന് 2000 രൂപയാണ് കുറഞ്ഞത്. 51,960 രൂപയാണ് ഉച്ചയ്ക്ക് ശേഷം പവന്റെ വില. മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിൽ സ്വർണം, പ്ലാറ്റിനം, വെള്ളി എന്നിവയുടെ വില കുറയും എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായത്. തിങ്കളാഴ്ച പവന് 54,160 രൂപയായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ വൈദികനായിരുന്ന ഫാദർ TJ ജോഷുവയ്ക്ക് അക്ഷരനഗരി പ്രണാമം അർപ്പിച്ചു. പതിറ്റാണ്ടുകൾ അദ്ദേഹം അധ്യാപകനായിരുന്ന കോട്ടയം പഴയ സെമിനാരിയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികനായിരുന്ന ഫാദർ ഡോക്ടർ TJ ജോഷുവ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്തരിച്ചത്. പിന്നീട് കോട്ടയം മന്ദിരം ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ 9:30 വിലാപയാത്രയായി കോട്ടയം പഴയ സെമിനാരിയിൽ എത്തിച്ചു. തുടർന്ന് പഴയ സെമിനാരിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന്റെ മതസാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് വ്യക്തിത്വങ്ങളാണ് വന്ധ്യഗുരുശ്രേഷ്ഠന് അന്ത്യാഞ്ജലിയുമായി എത്തിയത്. അദ്ദേഹത്തിന്റെ ഏറെ പരിപാവനമായ ജീവിതവും ജ്ഞാനനിറവിലും ഏറെ വിനീത ദേവദാസനായുള്ള സമർപ്പണവും ജീവിതവും അനുസ്മരിച്ച് ഉൾക്കൊണ്ട് പ്രമുഖർ ഓർമ്മകളും പങ്കുവച്ചു. തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സംസ്കാര ശുശ്രൂഷയുടെ 1, 2, 3 ക്രമങ്ങളാണ് പഴയ സെമിനാരിയിൽ നടന്ന പ്രാർത്ഥനകളോടെ പൂർത്തീകരിച്ചത്. പിന്നീട് 3 മണിയോടെ പതിറ്റാണ്ടുകൾ അദ്ദേഹം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയിരുന്ന ചുങ്കത്തെ പഴയ സെമിനാരിയോട് വിട പറഞ്ഞു. ഭൗതിക ശരീരം കുറിച്ചി മന്ദിരം കവലയിലുള്ള തേക്കിനേത്ത് ഭവനത്തിലേക്കാണ് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി എത്തിച്ചത്. സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച നടക്കും. പള്ളം സെന്റ് പോൾ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കബറിടത്തിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. കത്തോലിക്ക ബാവയും വിവിധ ഭദ്രാസന മെത്രോപൊലിത്തമാരും ചടങ്ങുകൾക്ക് കാർമ്മികത വഹിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണിമല ഹോളി മാഗി ഫൊറോന ദേവാലയത്തിന്റെ 200ാം പിറന്നാൾ ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായി 200 കുടുംബനാഥന്മാർ 2 മണിക്കൂർ കൊണ്ട് നടത്തിയ ബൈബിൾ പാരായണം വേറിട്ട അനുഭവമായി. മണിമല ഹോളി മാഗി ഫെറോന ദേവാലയത്തിന്റെ 200ാം പിറന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. ഇതോടനുബന്ധിച്ച് ഓരോ മാസവും വ്യത്യസ്തമായ പരിപാടികളാണ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇടവകയിലെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ബൈബിൾ പാരായണം ശ്രദ്ധേയമായി. പള്ളി സ്ഥാപിതമായിട്ട് 200 വർഷം തികയുന്നതോടനുബന്ധിച്ച് ഇടവകയിലെ 200 കുടുംബനാഥന്മാർ ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ 2 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർത്തു. 200 പിതാക്കന്മാർ പള്ളിക്ക് ചുറ്റും 200 കസേരകളിൽ ഇരുന്നാണ് ബൈബിൾ പൂർണ്ണമായും വായിച്ചു തീർത്തത്. എല്ലാ കുടുംബങ്ങളിലേക്കും ബൈബിൾ വചനങ്ങളുടെ അഭിഷേകം കടന്നു ചെല്ലാൻ ഈ ദൗത്യം സഹായകരമായെന്ന് പള്ളി വികാരി ഫാദർ മാത്യു താനിയത്ത് പറഞ്ഞു. ഇടവകയുടെ 200ാം വർഷമായതുകൊണ്ട് 200 പിതാക്കന്മാര് ഒത്തൊരുമിച്ച് പള്ളിയുടെ ഇരു സൈഡിലും വശങ്ങളിലുമായിട്ട് ഇരുന്നുകൊണ്ട് സമ്പൂർണ്ണ ബൈബിള് വായിച്ചു തീർക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ആരംഭിച്ച ആ ദൗത്യം 4 മണിയോടുകൂടി തീർക്കുന്നു. ഈ 2 മണിക്കൂർ കൊണ്ട് അതിന്റെ ക്രമീകരണവും അതിനുശേഷം ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ള ആ ബൈബിൾ ഭാഗം നന്നായിട്ട് ഓരോരുത്തരും വായിച്ച് അഭിഷേകത്തോടെ വായിച്ച് പൂർത്തിയാക്കുന്ന ഒരു ഉദ്യമമാണിത്. അപ്പൊ ഇതിലൂടെ വചനത്തിന്റെ അഭിഷേകം ഇടവകയുടെ എല്ലാ ഭാഗത്തേക്കും, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പിതാക്കന്മാരിലേക്കും വചനത്തിന്റെ അഭിഷേകം കടന്നു ചെല്ലുവാനായിട്ടൂടെ പരിശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മാസം പിതാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച പിതൃദിനാചരണം നടത്തും. അന്ന് വൈകിട്ട് 4:30 ദിവ്യബലിയും തുടർന്ന് ക്ലാസും ഉണ്ടായിരിക്കുമെന്നും പള്ളി ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത ഞായറാഴ്ച ഇതിന്റെ സമാപനം നടക്കുന്ന പിതൃ സംഗമത്തിന്റെ സമാപന ദിവസമാണ്. അന്നേ ദിവസം
4 മണിക്ക് വിശുദ്ധ കുർബാന. അതിനുശേഷം ചെറിയൊരു ക്ലാസ്സും സ്നേഹപൂർവ്വമാണ് നടക്കുന്നത്. കഴിഞ്ഞ മാസം മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 100-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ഇതോടൊപ്പം ഡോക്ടർ അഗർവാൾ നേത്രാശുപത്രിയുടെ നേത്രപരിശോധനയും ലാബ് ടെസ്റ്റും ഇതോടൊപ്പം നടന്നു. പഞ്ചായത്തിലെ കിടപ്പു രോഗികൾക്കായി വാട്ടർ ബെഡ്, മരുന്നുകൾ, അഡ്ജസ്റ്റബിൾ ബെഡ് എന്നിവയ്ക്കായുള്ള അപേക്ഷകളും സ്വീകരിച്ചു. 100-ലധികം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ മീനച്ചിലാറിന്റെ തീരത്ത് നിർമ്മിച്ച ടൂറിസം അമ്യൂണിറ്റി സെന്റർ ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ട് വർഷങ്ങളായിരുന്നു. പാലാ നഗരത്തിൽ മീനച്ചിലാറിന്റെ തീരത്ത് നിർമ്മിച്ച ടൂറിസം അമ്യൂണിറ്റി സെന്റർ ജനങ്ങൾക്കായി തുറന്നു. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ടും വർഷങ്ങളായി അമ്യൂണിറ്റി സെന്റർ വെറുതെ കിടക്കുകയായിരുന്നു. ആകർഷകമായ ഒരു കേന്ദ്രം വെറുതെ കിടക്കുന്നത് കണക്കിലെടുത്താണ് നഗരസഭയുടെ നടപടി. രാവിലെ തുറക്കുന്ന ഗേറ്റ് വൈകുന്നേരമാകുന്നതോടെ അടയ്ക്കും. ഇതിനിടയിലുള്ള സമയം ജനങ്ങൾക്ക് ഇവിടെ കയറി സമയം ചെലവഴിക്കാം. നിർമ്മാണം ഏകദേശം പൂർത്തിയായെങ്കിലും നടപടിക്രമങ്ങൾ ഇപ്പോഴും ഫയലിലാണ്. രേഖകൾ നഗരസഭയ്ക്ക് ലഭിച്ചാൽ മാത്രമേ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകൂ. വെള്ളവും വെളിച്ചവും അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഔദ്യോഗിക നടപടിപ്രകാരം രേഖകൾ ലഭ്യമാക്കി ആവശ്യമായ സൗകര്യങ്ങളോട് തുറന്നു നൽകാനാണ് നഗരസഭയുടെ തീരുമാനം. എന്നാൽ ഇതിന് കാലതാമസം വരുന്നതിനാലാണ് നിലവിൽ ജനങ്ങൾക്കായി അനൌദ്യോഗികമായി തുറന്നു നൽകിയിരിക്കുന്നത്. സെന്റർ തുറന്നു നൽകുന്നതിന് മുന്നോടിയായി ചെടികളും പുല്ലുകളും വെട്ടിമാറ്റിയിരുന്നു. നഗരത്തിലെത്തുന്നവർക്ക് മീനച്ചിലാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടം പ്രയോജനപ്പെടുത്താം. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ലണ്ടൻ പാലവും അമ്യൂണിറ്റി സെന്ററും വെറുതെ കിടന്നു നശിക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ പുറംപോക്കിൽ മീനച്ചിലാറിന്റെ തീരത്ത് നിർമ്മിച്ച കെട്ടിടം മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നതിനാൽ പാഴ്വേലയാണെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. മെഡികെയർ കമ്പ്യൂട്ടറൈസ്ഡ് ക്ലിനിക്കൽ ലബോറട്ടറി ആൻഡ് ECG സെന്റർ തെക്കേത്ത് കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B രവീന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് P സതീഷ് ചന്ദ്രൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക സംവിധാനങ്ങളോടെയാണ് ലാബ് പ്രവർത്തിക്കുന്നത്. അറിയിപ്പ്: മുണ്ടക്കയം പഞ്ചായത്ത് 15-ാം വാർഡിൽ ആശാവർക്കറുടെ ഒഴിവിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 10ാം തരം പാസ്സായവരും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും വിവാഹിതരും 15-ാം വാർഡിൽ സ്ഥിരതാമസക്കാരുമായിരിക്കണം. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, മുണ്ടക്കയം മുമ്പാകെ സ്വീകരിക്കും. 31-ന് വൈകിട്ട് 5-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അത്യുൽപാദന ശേഷിയുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് അംഗീകൃത നഴ്സറിയിൽ നിന്നും 13 രൂപ നിരക്കിൽ എലിക്കുളം മൃഗാശുപത്രിയിൽ 26-ന് രാവിലെ 9-ന് വിതരണം ചെയ്യും. ആവശ്യമുള്ളവർ 24-ന് എലിക്കുളം മൃഗാശുപത്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9961100039. ജില്ലാ പ്രൊബേഷൻ ഓഫീസിൽ 1 വർഷത്തെ കരാറടിസ്ഥാനത്തിൽ പ്രൊബേഷൻ അസിസ്റ്റന്റിനെ നിയമിക്കും. യോഗ്യത: MSW, MA സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷം പ്രവൃത്തി പരിചയം വേണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ 40 വയസ്സ് കവിയരുത്. അപേക്ഷ സ്വീകരിക്കുന്നത് 31-ന് വൈകിട്ട് 5 വരെ. ബയോഡേറ്റ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ജില്ലാ പ്രൊബേഷൻ ഓഫീസ്, KVM ബിൽഡിംഗ്, അണ്ണാൻകുന്ന് റോഡ്, നാഗമ്പടം, കോട്ടയം 686001 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ 048123000548. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉഴവൂർ വിജയൻ വിടവാങ്ങിയിട്ട് 7 വർഷം. കോട്ടയത്ത് ഉഴവൂർ വിജയൻ അനുസ്മരണം. VM സുധീരൻ ഉഴവൂർ വിജയൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള രാഷ്ട്രീയത്തിൽ സവർണ ഹൈന്ദവ ഫാസിസത്തിന്റെ ചാലുകൾ ഒഴുകിത്തുടങ്ങിയതായി മന്ത്രി AK ശശീന്ദ്രൻ. രാമപുരത്തെ 4 അമ്പലങ്ങളിലേക്ക് ഭക്തജന പ്രവാഹം. ദർശന സമയം രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ. ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ഭാരവാഹികൾ. കേന്ദ്ര ബജറ്റിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. പവന് 2000 രൂപ കുറഞ്ഞു. 51,960 രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.